ആക്ച്വലി ഇന്നത്തെ ഈ ഒരു വിധി വളരെ സങ്കടകരമായ ഒരു വിധിയാണ്. അത് ഞാനൊരു മൃഗസ്നേഹി എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ പറയണേ. കാരണം കാലങ്ങളായിട്ട് ഈ ഒരു കേരളത്തിലുള്ള ഈ ഒരു ഹ്യൂമൻ ഡോഗ് കോൺഫ്ലിക്റ്റിന് ഒരു പ്രോപ്പർ പ്രാക്ടിക്കൽ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചിരിക്കണേ. പക്ഷെ ഇത് ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ വന്നിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മളെ കാലങ്ങൾ പിന്നോട്ടാണ് കൊണ്ടുപോയിരിക്കണേ. കാരണം ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഭവമാണ്. എങ്ങനെയാണ് സുപ്രീം കോടതി പോലെ ഒരു ഒരു എപെക്സ് കോർട്ട് ഇങ്ങനെ ഒരു നിയമം പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഒട്ടും പ്രാക്ടിക്കൽ അല്ല. നമുക്ക് വന്ധീകരിക്കാൻ പോലും ഇല്ലെങ്കിൽ വാക്സിനേഷൻ, തെരുവുനായ്ക്കളുടെ വാക്സിനേഷൻ ചെയ്യാൻ പോലും ഇവിടെ മര്യാദയ്ക്ക് ഇത്രയും കാലമായിട്ട് നമുക്ക് എല്ലാ ഡോഗ്സിനെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെ എല്ലാരെയും കൂടി പിടിച്ച് ഒരു ഷെൽട്ടറിലേക്ക് ഒരുമിച്ച്, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഷെൽട്ടറുകൾ ഇല്ല. ഷെൽട്ടറുകൾ പണിയാനും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും എത്ര കാലം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെ ഇങ്ങനെ ഈ ഷെൽട്ടർ ആര് നടത്തും? ഈ ഷെൽട്ടർ സർക്കാർ നടത്താനാണോ? ഈ ഷെൽട്ടറുകളിൽ പല സ്ഥലങ്ങളിലുള്ള ഡോഗ്സിനെ ഒരുമിച്ച് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ അധികം വേറെ പ്രശ്നങ്ങൾ വരും. അത് തമ്മിൽ അസുഖങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ ഈ ഡോഗുകളെ, എത്ര ഡോഗുകളെ നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് മാറ്റണു, അത്രയും വേറെ ഡോഗുകൾ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ആ ഏരിയയിലേക്ക് വരും. നമ്മൾ മതില് കെട്ടി, ഇല്ലെങ്കിൽ ചുറ്റും എന്താ തൃശ്ശൂർ ജില്ലയുടെ ചുറ്റും ഒരു മതില്, പാലക്കാട് ജില്ലയുടെ ചുറ്റും ഒരു മതില്, വലിയ നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പോലെ മതിലുകൾ പണിത് മൃഗങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീക്കം പ്രിവെന്റ് ചെയ്യേണ്ടി വരും. വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് സോഴ്സും എന്തെങ്കിലും ആൾക്കാർ കുറച്ച് സ്നേഹം കൊടുക്കണ ആൾക്കാരോ ഉണ്ടെങ്കിൽ എന്തായാലും മനുഷ്യരെ തേടി ഡോഗ്സ് എത്തിയിരിക്കും പല സ്ഥലങ്ങളിൽ നിന്നും. പിന്നെ ആൾക്കാർ ഉപേക്ഷിക്കണത് നിർത്തുണ്ടോ? ഡെയിലി എന്നുള്ള രീതിയിലാണ്, അത്ര അധികമാണ് റോട്ടിൽ വളർത്തി, വീട്ടിൽ വളർത്തിയ ഡോഗ്സിനെ റോട്ടിൽ ഉപേക്ഷിക്കുന്ന ആൾക്കാർ. എത്രത്തോളം നിങ്ങൾ ഡോഗ്സിനെ റോട്ടിൽ നിന്ന് മാറ്റും, ഈ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുന്ന ആൾക്കാർ ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കും. റോട്ടിൽ ഡോഗ്സിന്റെ എണ്ണം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ചെയ്യേണ്ടത്. വന്ധീകരണവും ഈ വാക്സിനേഷൻ പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത നാട് എങ്ങനെയാണ് ഈ റോട്ടിലത്തെ ഡോഗ്സിനെ മൊത്തം ഒരു ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ പോണേ? എനിക്കറിയില്ല. ഇത് പ്രാക്ടിക്കലും അല്ല. വളരെ ഇത് ജസ്റ്റ് ഒരു, ഇത് കേൾക്കുമ്പോ കുറെ പേര് കൈത്തട്ടി ഭയങ്കര നല്ല വാർത്ത എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അത് ഒരിക്കലും അതൊരു സൊല്യൂഷൻ അല്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കണില്ല. വെറും ഒരു താൽക്കാലികമായ ആൾക്കാർക്ക് ഒരു സമാധാനം, ഒരു ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ എനിക്കറിയില്ല, ഇത് വേറെ പല വിഷയങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു എപ്പോഴും ഈ തെരുവ് നായ്ക്കളുടെ തലയിൽ എപ്പോഴും ഇങ്ങനത്തെ വേറെ വലിയ ന്യൂസുകൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ വാർത്തകൾ ഏറ്റവും അധികം വരുന്നത്. അപ്പൊ വളരെയധികം സങ്കടമുണ്ട്. ശ്രീമതി സാലി, നമുക്കറിയാം ഈ വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെ നടത്തണമെന്നൊക്കെ പറയുമ്പോഴും അതുപോലും കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നില്ല. ആ ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഇവയെ കൃത്യമായിട്ടൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് വേണ്ടുന്ന ചെലവുകൾ, അതുപോലെ തന്നെ അതിന് സന്നദ്ധത അറിയിച്ച ആളുകൾ രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്കറിയാം പലയിടങ്ങളിലുമൊക്കെ ഇതുപോലെ ഷെൽട്ടർ ഹോം നടത്തുമ്പോൾ ഈ ചുറ്റുമുള്ള ആളുകൾ അതൊരു പ്രശ്നമാക്കുന്നതും അവർ പരാതി നൽകുന്നതും നായ്ക്കളുടെ ശബ്ദത്തിനും അവരെ അവിടെ കുരയ്ക്കുന്നുണ്ട്, അത് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ച് പരാതിയൊക്കെ നൽകുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം കേരളത്തിലൊക്കെ തന്നെയും ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും? കേരളത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ കുറച്ച് ഇങ്ങനെ ആനിമൽ വെൽഫെയർ എൻജിഒസ് നടത്തുന്ന ഷെൽട്ടറുകളുണ്ട്. ഈ ഷെൽട്ടറുകൾ തന്നെ അത്രയും ഒരു ബുദ്ധിമുട്ടിലാണ് നടക്കണത്. കാരണം അത്ര ഓവർഫ്ലോ ചെയ്യാണ്. മൃഗങ്ങളെ ഇങ്ങനെ കൊണ്ട് നിറച്ചോണ്ടിരിക്കുകയാണ്. പപ്പീസ് ആയാലും ആക്സിഡന്റ് കേസ് ആയാലും. ഇതൊരിക്കലും ഒരു ഏരിയയിൽ നിന്ന് ഡോഗ്സിനെ റീലൊക്കേറ്റ് ചെയ്യൽ അതൊരു സൊല്യൂഷൻ അല്ല. ഫസ്റ്റ് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കുക. അതായത് വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കാൻ പാടില്ല. വീടുകളിൽ ഉപേക്ഷിക്കുന്ന ആൾക്കാരുടെ എതിരെ, ഇപ്പൊ ഉപേക്ഷിച്ച ആളെ കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും അവരുടെ എതിരെ കേസ് എടുക്കാൻ പോലും നമ്മുടെ പോലീസ് തയ്യാറല്ല. ഇതിനൊരു അന്ത്യമില്ല. പിന്നെ ഞാൻ പലവട്ടം ഇപ്പൊ അടുത്തൊരു വാർത്ത ഒരു ചാനലിൽ ഞാൻ പറയണ കേട്ടു, തെരുവുനായ ശല്യം, അത് കാരണം ഒരു കയ്യിലൊരു വടി പിടിക്കാണ്ട് നടക്കാൻ പറ്റുന്നില്ല, എല്ലാവരും വടി. അപ്പോൾ നമ്മൾ കൊടുക്കണ ഒരു എഡ്യൂക്കേഷൻ തന്നെ, അവയർനെസ് തെറ്റാണ്. കാരണം എത്രത്തോളം കയ്യിൽ വടി പിടിച്ചിട്ടോ കല്ല് പിടിച്ചിട്ടോ നമ്മുടെ നാട്ടുകാർ നടക്കണോ അത്രത്തോളം നമ്മുടെ ഡോഗ്സ് നമ്മളെ പേടിച്ചിട്ട് അവരവരുടെ സെൽഫ് ഡിഫെൻസ് ആയിട്ട് അക്രമകാരികളായി മാറന്നെയാ ചെയ്യുള്ളൂ. ഈ കല്ലും വടിയും പിടിച്ചിട്ട് നടക്കാനല്ലാണ്ട് നമുക്കൊരു അവയർനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ അവയർനെസ് നടക്കണില്ല. ബോധവൽക്കരണം നടത്തണം. കുട്ടികൾ കയ്യിൽ വടി പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ പട്ടികൾ കടിക്കില്ല എന്നാണോ വീട്ടുകാർ പറഞ്ഞു കൊടുക്കണേ? ഏറ്റവും അധികം കടി കൂടുതൽ കിട്ടാനുള്ള സാഹചര്യമാണ് ഒരു വടി പിടിച്ചിട്ട് നടക്കുമ്പോ. അപ്പോ ആ വടിക്ക് പകരം കയ്യിലൊരു ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുത്താൽ, 2 ദിവസം ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുത്താൽ ഈ കടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ പേടിച്ച് നടക്കണ ആ പട്ടികൾ പോലും വാലാട്ടിയിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് വരും. നമ്മളൊരു നെവർ എൻഡിങ് സൈക്കിൾ ഓഫ് വയലൻസ് തുടർന്നുകൊണ്ട് പോവാ ചെയ്യണ കേരളം. അതിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അപ്പൊ തന്നെ മനുഷ്യവിരോധിയായി മാറും.
എന്താ പട്ടിസ്നേഹി, മനുഷ്യവിരോധി. ഇത് പ്രോപ്പറായിട്ട് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് പറയണേന്നുള്ളത് ഒരിക്കലും അത് മനസ്സിലാക്കാനായിട്ട് പറ്റണില്ല. വളരെയധികം സങ്കടമുണ്ട്. ഏകദേശം 10-20 വർഷമായി ഈ ഒരു മേഖലയിൽ ഇതിന് വേണ്ടി പ്രവർത്തിക്കണത്. എന്നിട്ടും ഇങ്ങനെ പിന്നോട്ട് മാത്രം നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോ വേറെ എന്തോരം ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും റേബീസ് 100% റേബീസ് ഫ്രീ ആയിണ്ട്. നമ്മളെക്കാൾ ഇൻഫ്രാസ്ട്രക്ചർ കുറവുള്ള സ്ഥലങ്ങൾക്ക് അത് ചെയ്യാൻ വെച്ചാൽ കേരളം പോലെ ഇത്രയും നമ്മള് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല? എന്തുകൊണ്ട് നമ്മളിപ്പോഴും ഈ ടെമ്പററി സൊല്യൂഷൻസിൽ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.